നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡ് ഈസ്റ്റ് അവർ ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ശനിയാഴ്ച ബന്ദികളെ വിട്ടില്ലെങ്കിൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഇസ്രായേലിന്റെ ഭീഷണി. ഗസയെ ഒഴിപ്പിക്കുമെന്ന അമേരിക്കയുടെയും ഭീഷണി തുടരുന്നതിനിടെ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ്. സൈനിക നടപടിയിലൂടെ ബന്ദിമോചനം സാധ്യമല്ലെന്ന് ഇസ്രായേൽ സൈന്യവും നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. ഗസ അജണ്ടയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പിന്മാറിയേക്കുമെന്നാണ് സൂചന. ഗസ കുടിയിറക്കൽ പദ്ധതി അറബ് ലോകത്തിന് അംഗീകരിക്കാനാകില്ലെന്ന് അറബ് ലീഗ് വ്യക്തമാക്കി. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. MC നാസറുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ വെടിനിർത്തൽ നീട്ടാനുള്ള ശ്രമങ്ങളൊക്കെ ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. അതിനിടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? അനീസ, ഈ ശനിയാഴ്ചയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ദിവസം. കാരണം ഈ ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുള്ള 6ാമത് ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലുമാണ് ഈ ശനിയാഴ്ച നടക്കേണ്ടത്. അത് തങ്ങൾ തൽക്കാലം മാറ്റിവെച്ചതായി നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നു. തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കകം വിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ തുറന്ന നരകത്തിലേക്കായിരിക്കും ഗസ വീണ്ടും നീങ്ങുക എന്നൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകി. തുടർന്ന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്ന് 3 മണിക്കൂറിലേറെ നീണ്ട ആ യോഗത്തിലാണ് ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഗസയിലെ എല്ലാ ബന്ദികളെയും വിട്ടിട്ടില്ല എങ്കിൽ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് മറികടക്കാനുള്ള ചില ശക്തമായിട്ടുള്ള നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും തുടരുന്നുണ്ട്. അല്പം മുമ്പാണ് ഹമാസിന്റെ സംഘം കെയ്റോയിൽ എത്തിയിരിക്കുന്നത്. ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്ത് നേതൃത്വവുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ശനിയാഴ്ച 3 ബന്ദികളെ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തന്നെ ഹമാസ് കൈമാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധി മാറിയേക്കുമെന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം എല്ലാ ബന്ദികളെയും വിട്ടു കിട്ടണമെന്ന നിലപാട് അമേരിക്കയും ഇസ്രായേലും തുടരുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായിട്ട് അത് നടക്കുന്നൊരു കാര്യമല്ല എന്ന് ഈ ഇരു രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഹമാസിന് മേൽ ചെലുത്താൻ സാധിക്കുമോ അതിനുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള നീക്കം മാത്രമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തുടരുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളുടെ ബന്ധുക്കൾ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും തുടരുന്നത്. കാരണം അവസാന ബന്ദിയെയും തിരികെ ഇസ്രായേലിൽ എത്തിക്കുന്നത് വരെ ഈ വെടിനിർത്തൽ കരാറുമായി തന്നെ മുന്നോട്ട് പോകണം. ഹമാസുമായിട്ടുള്ള ആ കരാറിലൂടെ അല്ലാതെ സൈനിക നടപടിയിലൂടെ തങ്ങളുടെ ഉറ്റവരെ തങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. അത് നീണ്ട 15 മാസത്തെ ആക്രമണത്തിലൂടെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും ശക്തമായി തന്നെ ഈ വെടിനിർത്തൽ കരാറിന്റെ തുടർഘട്ടങ്ങൾ 2ഉം 3ഉം ഘട്ടങ്ങളുമായിട്ട് സഹകരിക്കണം. നെതന്യാഹു അതിന് തയ്യാറാകണം എന്ന ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ബന്ദികളുടെ ബന്ധുക്കൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയും അതോടൊപ്പം തന്നെ ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമനും അല്പം മുമ്പ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഇരു രാജ്യങ്ങളും ഇരു നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഗസയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി തങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ല. കാരണം ഗസയിൽ ഈ ഫലസ്തീൻ ജനത അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പുനർനിർമ്മാണം സാധ്യമാകും. ആ അർത്ഥത്തിലുള്ള പുനർനിർമ്മാണമാണ് മുന്നോട്ട് പോകേണ്ടത്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഈ ഫലസ്തീൻ വംശീയ വിഭാഗത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമത്തെ, പദ്ധതിയെ ഒരു നിലക്കും തങ്ങൾ അംഗീകരിക്കുകയില്ല. അറബ് ലോകവും അതേ നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത് എന്ന് ഈജിപ്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജോർദാനിലെ അബ്ദുല്ല രാജാവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലപാടിനെ ഹമാസും ഫലസ്തീൻ സംഘടനകളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതേ നിലപാടുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി, ഒരു പ്രസ്താവന കൂടി അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന പ്രകോപനപരമായിട്ടുള്ള ഇത്തരം നീക്കങ്ങളൊന്നും തന്നെ തങ്ങളെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല. തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. കാരണം പ്രഖ്യാപിതമായിട്ടുള്ള ഈ ഒരു അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് അത് എത്ര വില കൊടുക്കേണ്ടി വന്നാലും ആ ചെറുത്തുനിൽപ്പുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും. ഗസയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്നുകൂടി ഹമാസിന്റെ ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. അനീസ, നാസർ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കയ്യിലുള്ള ബന്ദികളെ ഇപ്പോൾ തന്നെ വിട്ടയക്കണമെന്നൊരു ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത്
ഈ ഗസയിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ അവർക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ നൽകാതെ ഒരിക്കലും മറ്റ് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാവില്ല. ഇക്കാര്യം ഇസ്രായേലിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയോടുകൂടി ആക്രമണം നടത്താനുള്ള ഒരു ഇസ്രായേലിന്റെ ഒരു തന്ത്രമായി തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിച്ചുകൂടെ? അനീസ്, ഇതൊക്കെ ആണെങ്കിൽ പോലും പ്രായോഗികമായിട്ട് നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്ന്. കാരണം 15 മാസം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശീയമായിട്ടുള്ള വേട്ടയാണ് ഗസയുടെ മണ്ണിൽ നടന്നത്. പക്ഷെ അതിലൂടെ ഇസ്രായേൽ എന്തു ലക്ഷ്യം വെച്ച് ഈ ബന്ദികളെ പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ട് ഇസ്രായേലിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക, പിന്നെ ഭാവിയിലേക്കുള്ള ഇസ്രായേലിനുള്ള എല്ലാ വെല്ലുവിളികളെയും അമർച്ച ചെയ്യുക എന്ന പ്രഖ്യാപിതമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഈ ഗസ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പോലും അവർ പറയുന്നത് ഹമാസിനെ തങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നാണ്. പക്ഷേ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നടന്ന 5 ബന്ദി കൈമാറ്റ വേളയിലും ഹമാസ് എത്ര ശക്തമായിട്ടാണ് ഇപ്പോൾ പോലും ഗസയിലും ഗസയിലെ ജനതയിലും വേര് പടർത്തിയിരിക്കുന്നത് എന്ന് വളരെ ബോധ്യപ്പെട്ടതാണ്. ഇത് ലോക ജനതയ്ക്ക് തന്നെ ബോധ്യപ്പെടുമാറാണ് ഇതിന്റെ ഈ ബന്ദി കൈമാറ്റമൊക്കെ നടന്നത്. അതുകൊണ്ട് വീണ്ടും ഹമാസിനെ ആക്രമണത്തിലൂടെ ഇല്ലായ്മ ചെയ്യുക, ഫലസ്തീൻ ജനതയെ അവിടെ നിന്ന് പുറന്തള്ളുക എന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോൾ ട്രംപ് ആയാലും നെതന്യാഹു ആയാലും അവരൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ പോലും പ്രായോഗികമായിട്ട് ഈ ജനതയെ 21 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ പിന്നെ എന്ത് സൈനിക നടപടിയിലൂടെ ആയാലും അവിടെ നിന്ന് തുരത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നൊരു ഘട്ടത്തിൽ പോലും ഇസ്രായേലിലെ തന്നെ വലിയൊരു വിഭാഗവും ആവശ്യപ്പെടുന്നത് ഈ ബന്ദികളെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെങ്കിൽ സൈനികമായിട്ടുള്ളൊരു നടപടിയിലൂടെ ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് പിന്നിട്ട് 15 മാസങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. ആകെക്കൂടി ഈ ബന്ദികളെ വിട്ടുകിട്ടിയിരിക്കുന്നതും വളരെ സുഗമമായിട്ട് ഈ ബന്ദി കൈമാറ്റം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിന് നൽകിയിരിക്കുന്ന വാക്കുകൾ ഇസ്രായേൽ നേതൃത്വം പാലിക്കേണ്ടതുണ്ട്. കാരണം തടവുകാരെ കൃത്യസമയത്ത് കൈമാറുക, ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യസഹായവും അതോടൊപ്പം തന്നെ വൈദ്യസഹായവും ഉറപ്പാക്കുക, 2ാം 3ഉം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ കുറെ കൂടി സജീവമായിട്ട് ഇടപെടുക എന്നതുൾപ്പെടെ ഹമാസ് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ബന്ദികൾ ജീവനോടുകൂടി തങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തണമെന്നാണ് ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വ്യക്തമാക്കുന്നത്. പക്ഷേ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും തീവ്ര വംശീയവാദികളും മാത്രമാണ് നെതന്യാഹുവിൻ്റെ ഒരു നിലപാടിനെ പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്ന ഒരു ക്ലീൻ ചിട്ടുണ്ട്. അതായത് സൈനികമായിട്ട് എല്ലാവിധ പിന്തുണയും തങ്ങൾ നൽകാം. അതുകൊണ്ട് തന്നെ ആക്രമണത്തിലൂടെ ഗസയിലെ ഈ വീണ്ടും പിന്നെ ഈ ഗസക്കെതിരായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കണം എന്നതുൾപ്പെടെയുള്ള അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു സൈനിക നടപടി എത്ര കാലം തുടർന്നാലും ഈ ബന്ദികളെ ആ അർത്ഥത്തിൽ തിരിച്ചു കിട്ടുക എളുപ്പമല്ല. അതുമാത്രമല്ല ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നതും പ്രായോഗികമല്ല എന്ന തിരിച്ചറിവ് നെതന്യാഹുവിനും ഇസ്രായേൽ നേതൃത്വത്തിനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് മാത്രമാണ് എല്ലാ ബന്ദികളെയും ശനിയാഴ്ച വിട്ടുകിട്ടണമെന്ന ആ ട്രംപിന്റെ വാദത്തെ അവരും അംഗീകരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ശനിയാഴ്ച കരാർ പ്രകാരം 3 ബന്ദികളെ ഹമാസ് കൈമാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി മാറും. അതല്ല ഹമാസ് ബന്ദികളെ കൈമാറുന്നില്ലെങ്കിൽ പിന്നെ ആക്രമണം പുനരാരംഭിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാകുമെന്നാണ് ഇന്ന് ചേർന്നിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഖത്തറും ഈജിപ്തും നടത്തുന്ന ആ ശ്രമങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്നത് പ്രസക്തമാണ്. അതിനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട്. പ്രഖ്യാപിതമായിട്ടുള്ള അറബ് ലീഗ് ഒരുമിച്ച് തന്നെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഗസയിൽ നിന്ന് ഈ ജനങ്ങളെ പുറന്തള്ളിക്കൊണ്ടുള്ള ഒരു പുനർനിർമ്മാണ പദ്ധതിയെയും അല്ലെങ്കിൽ ഗസ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നീക്കത്തെയും തങ്ങൾ പിന്തുണയ്ക്കുകയില്ല എന്ന് അറബ് ലീഗും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC നേതൃത്വവും അസന്നിഗ്ധമായി ഈ അവസാനം പറഞ്ഞ ഈ കാര്യം തന്നെയാണ്. അറബ് ലീഗും ശക്തമായ നിലപാട് വിഷയത്തിൽ സ്വീകരിക്കുകയാണ്. അതായത് ഗസ കുടിയേറക്കൽ പദ്ധതി അംഗീകരിക്കാനാവില്ല എന്ന് അവർ വിളിച്ചു പറയും. ഒപ്പം തന്നെ US-ഉമായുള്ള ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന സൂചനകൾ ഈജിപ്ഷ്യൻ രാജ്യങ്ങൾ വിട്ടുനിൽക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരികയാണ്. സ്വാഭാവികമായും ഇസ്രായേലിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് മേൽ കൂടി സമ്മർദ്ദം ചെലുത്തേണ്ടത് ഒരാവശ്യമായി അനിവാര്യതയായി കൂടി മാറുകയാണ്. ഈ സമ്മർദ്ദം എത്രത്തോളം ഫലപ്രദമാകാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ അർത്ഥത്തിലും പിന്നെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അറബ് ലീഗ് രാജ്യങ്ങളിൽ പലതും അമേരിക്കയുമായിട്ട് സൗഹൃദത്തിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഇപ്പോൾ ട്രംപ് അധികാരമേറ്റപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമൻ ഇന്നലെ ചർച്ച നടത്തി. പക്ഷേ ചർച്ചയുടെ ഘട്ടത്തിലും തുടർന്നും അബ്ദുല്ല രാജാവ് രണ്ടാമൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസ പിന്നെ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. അവരെ ഒരു നിലയ്ക്കും അവിടെ നിന്ന് കുടിയിറക്കാനോ അവരെ ഈജിപ്തോ അല്ലെങ്കിൽ തങ്ങളോ ജോർദാനോ ഏറ്റെടുക്കാൻ
കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പുറമെ കുറെ കൂടി സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമനും അതോടൊപ്പം തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും ഇപ്പോൾ ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അറബ് ലീഗ് സെക്രട്ടറി ജനറലും ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഈ ട്രംപിന്റെ പദ്ധതിയെ തങ്ങൾ അംഗീകരിക്കുകയില്ല. കാരണം അത് ഈ മേഖലയിൽ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അത് ഈ മേഖലയിലെ രാജ്യങ്ങളുടെ സ്ഥിരതയെ പൂർണ്ണമായിട്ടും പ്രയാസത്തിലാക്കും. അതുകൊണ്ട് ഈ മേഖലയുടെ കെട്ടുറപ്പും ഭാവിയും മുന്നിൽ കാണുന്നവർക്ക് ഈ ഫലസ്തീൻ ജനതകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യം അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വരാതെ ഈ പ്രതിസന്ധി മാറുകയില്ല എന്ന് അറബ് ലീഗും GCC നേതൃത്വവും അതോടൊപ്പം തന്നെ OIC രാജ്യങ്ങളും ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ അമേരിക്കൻ പര്യടനം മാറ്റിവെച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച ഈ പദ്ധതി ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ പദ്ധതിയുമായിട്ട് ഒരു നിലക്കും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് ലീഗിലെ നേതൃത്വം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അനീസ. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസ വിഷയത്തിൽ US സ്വീകരിക്കുന്ന നിലവിലെ സമീപനം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയതാണെന്ന് UAE. പ്രസിഡന്റ് ട്രംപുമായി ചേർന്ന് പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് USലെ UAE അംബാസിഡർ വ്യക്തമാക്കി. അറബ് ലീഗും GCC കൂട്ടായ്മയും ട്രംപിന്റെ നിലപാട് തള്ളി. ദുബൈയിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കവേ USലെ UAE അംബാസിഡർ യൂസുഫ് അൽ ഉത്തൈബയാണ് ഗസയിലെ US സമീപനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. വൈറ്റ് ഹൗസിൽ ആര് അധികാരത്തിൽ വരുന്നു എന്നതിനെ ആശ്രയിച്ചല്ല UAEയുടെ നയതന്ത്ര സമീപനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിൽ നിലവിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പ്രയാസമേറിയതാണ്. അന്തിമമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. എവിടെയാണ് ഇത് അവസാനിക്കുകയെന്ന് വ്യക്തമായ ധാരണയില്ല. ചിലപ്പോൾ സുഹൃത്തുക്കൾ കാര്യങ്ങൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. ചില നിലപാടുകൾ നമ്മൾ അംഗീകരിക്കും, ചിലപ്പോൾ വിയോജിക്കേണ്ട സാഹചര്യമുണ്ടാകും. ഗസയിൽ ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂസുഫ് അൽ ഉത്തൈബ വ്യക്തമാക്കി. ഇസ്രായേലിനും അറബ് രാഷ്ട്രങ്ങൾക്കുമിടയിൽ ട്രംപ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗൈസ് കുറ്റപ്പെടുത്തി. പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഗസയുടെ പുനർനിർമ്മാണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള പരിഹാരം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് ഗൾഫ് കോപ്പറേഷൻസ് കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയും വ്യക്തമാക്കി. ഫലസ്തീനികളെ കുടിയിറക്കി ഗസയെ ഏറ്റെടുക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ നേരത്തെ തന്നെ UAE തള്ളിയിരുന്നു. ജെറൂസലം ആസ്ഥാനമായ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമാണ് പ്രശ്നത്തിലുള്ള ഏക പോംവഴിയെന്നാണ് UAEയുടെ പ്രഖ്യാപിത നിലപാട്. മീഡിയ 1 ദുബായ്. സാങ്കേതിക മേഖലയിലെ പ്രതിഭകൾക്കും ഗവേഷകർക്കുമായി 600-ലേറെ പേർക്ക് സൗദിയിൽ പ്രീമിയം റെസിഡൻസി അനുവദിച്ചതായി വിവരസാങ്കേതിക മന്ത്രാലയം. റിയാദിൽ നടക്കുന്ന ലീപ് ടെക്നോളജി കോൺഫറൻസിലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. 5G ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റുകൾ എന്നീ മേഖലകളിൽ നിന്നുള്ളവരാണ് പ്രീമിയം റെസിഡൻസി ലഭിച്ചവരിൽ കൂടുതലും. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അബ്ദുല്ല അൽ സ്വാഹിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. സാങ്കേതിക മേഖലയിലെ കഴിവുകളെ അടിസ്ഥാനമാക്കി അതുല്യ പ്രതിഭകളും ഗവേഷകരുമായ 680 പ്രതിഭകൾക്ക് രാജ്യത്തെ എക്സെപ്ഷണൽ കോമ്പിറ്റൻസി റെസിഡൻസി പദ്ധതിക്ക് കീഴിൽ പ്രീമിയം റെസിഡൻസികൾ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. റിയാദിൽ നടന്നുവരുന്ന ലീപ് ടെക്നോളജി കോൺഫറൻസിന്റെ 2ാം ദിനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രീമിയം റെസിഡൻസി അനുവദിക്കപ്പെട്ടവരുടെ പട്ടികയിൽ 16% പേർ 5G ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകളും 15% പേർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റുകളും 12% പേർ AI, മെഷീൻ ലേണിംഗ് എന്നീ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിൽ മുൻനിര രാജ്യമെന്ന നിലയിൽ സൗദിയുടെ സ്ഥാനം ഉയർത്തുന്നതിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് തീരുമാനമെന്നും മന്ത്രി വിശദീകരിച്ചു. അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ജർമ്മനി, ബ്രസീൽ, ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രീമിയം റെസിഡൻസി ഗുണഭോക്താക്കൾ. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമാം. സൗദിയിലെ ഏറ്റവും വലിയ IT മേളയായ ലീപ്പിൽ 2ാം ദിനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒപ്പുവെച്ചത് $2 ബില്യൺ നിക്ഷേപ കരാറുകൾ. നിരവധി ഇന്ത്യൻ കമ്പനികളും ഫെസ്റ്റിലുണ്ട്. അവസാന ദിനമായ ഇന്നും വിവിധ കമ്പനികളുമായുള്ള കരാർ ഒപ്പുവെക്കൽ ചടങ്ങ് നടക്കും. സൗദിയിലെ ഏറ്റവും വലിയ IT മേളയാണ് ലീപ്. മേളയുടെ 2ാം ദിനമായ ഇന്നലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒപ്പുവെച്ചത് $1.7 ബില്യൺ നിക്ഷേപ കരാറുകളാണ്. നാഷണൽ പ്രോഗ്രാം ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് മേഖലയിൽ $150 മില്യൺ ഫണ്ട് വിനിയോഗിക്കും.
ഇക്വിനിക്സ് നിക്ഷേപിക്കുക $1 ബില്യൺ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ലൗഡ് സെന്റർ ആയിരിക്കും തയ്യാറാക്കുക. ഉല ക്യാപിറ്റലിന്റെ നിക്ഷേപം 75 മില്യൺ റിയാലിന്റേതാണ്. ഷറാക്ക ഫിനാൻഷ്യൽ 30 ബില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറിനും ധാരണയായി. ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്കും അക്കാദമികൾക്കുമായിട്ടായിരിക്കും പ്രധാനമായും നിക്ഷേപങ്ങൾ ഉപയോഗിക്കുക. നിക്ഷേപങ്ങൾക്ക് ധാരണയായതോടെ രാജ്യത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ എന്നീ മേഖലകൾ ശക്തിപ്പെടും. മേളയുടെ ആദ്യ ദിനം തന്നെ ഒപ്പുവെച്ചത് $15 ബില്യൺ നിക്ഷേപ കരാറുകളായിരുന്നു. ഇന്ത്യൻ കമ്പനികളും മേളയിൽ സജീവമാണ്. ഇന്ന് മേള അവസാനിക്കും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വ്യാജ സന്ദേശങ്ങളിലും തട്ടിപ്പ് വെബ്സൈറ്റിലും വഞ്ചിതരാകരുതെന്ന മുന്നറിയിപ്പുമായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രമേ അടയ്ക്കാവൂ. സഹൽ ആപ്പിലെ അമൻ സെക്യൂരിറ്റി സംവിധാനത്തിലൂടെ വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് അറിയിക്കാമെന്ന് അധികൃതർ പറഞ്ഞു. അന്താരാഷ്ട്ര നമ്പറുകളിൽ നിന്ന് ആളുകൾക്ക് സന്ദേശം അയക്കുകയോ പിഴയടക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാറില്ലെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. കുവൈത്തിൽ കഴിഞ്ഞ വർഷം 74 പ്രവാസികളെ നാടുകടത്തി. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ, അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ എന്നിവയുൾപ്പെടെ ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്കാണ് പ്രവാസികളെ നാടുകടത്തിയത്. ഏകീകൃത ഗൾഫ് ട്രാഫിക് വീക്ക് കമ്മിറ്റി 2025 ചെയർമാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അസുബുഹാനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സൗദിയിൽ റമളാൻ ഇത്തവണ മികച്ച കാലാവസ്ഥയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കൻ അതിർത്തി പ്രവിശ്യകളിൽ തണുപ്പിലായിരിക്കും റമളാൻ വ്രതം ആരംഭിക്കുക. മികച്ച കാലാവസ്ഥയിലാകുന്നത് വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാകും. സൗദിയിലെ വസന്തകാലത്തിന്റെ തുടക്കത്തിലാണ് ഇത്തവണ റമളാൻ വിരുന്നിനെത്തുക. ഇതിനാൽ മെച്ചപ്പെട്ട കാലാവസ്ഥയായിരിക്കും നോമ്പുകാലം. സൗദിയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഹായിൽ, തബൂക്ക് എന്നീ മേഖലകളിൽ നേരിയ തണുപ്പിലായിരിക്കും റമളാൻ എത്തുക. പ്രഭാതം മുതൽ സൂര്യാസ്തമനം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് ഓരോ വിശ്വാസിയും വ്രതമെടുക്കുന്നത്. ഇത് മികച്ച കാലാവസ്ഥയിലാകുന്നത് വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉഷ്ണകാലത്തായിരുന്നു റമദാൻ എത്തിയിരുന്നത്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തീർത്ഥാടനത്തിനായി മക്കയിലും മദീനയിലും എത്തുക. റമളാൻ മാസത്തിലെ പ്രാർത്ഥനകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. റമളാനിലുള്ള തിരക്ക് പരിഗണിച്ച് മികച്ച സംവിധാനങ്ങൾ പുണ്യനഗരികളിൽ വിശ്വാസികളെ സ്വീകരിക്കാൻ ഒരുക്കിക്കഴിഞ്ഞു. ചന്ദ്രമാസത്തിലെ 9ാം മാസമാണ് മുസ്ലിങ്ങൾ വ്രതമനുഷ്ഠിക്കുക. ഇത്തവണ മാർച്ച് 1 റമളാൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാനിലെ ഭക്ഷ്യ നിയന്ത്രണ ലൈസൻസിംഗ് വകുപ്പിന്റെ പരിശോധന തുടരുന്നു. ദാഖിലിയ മുനിസിപ്പാലിറ്റിയിലെ ആദം വിലായത്തിൽ സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത 84 കിലോ വസ്തുക്കൾ പിടികൂടി നശിപ്പിച്ചു. നിയമലംഘനം നടത്തിയ ഒരു സ്ഥാപനത്തിനെതിരെ ആരോഗ്യ ലംഘനത്തിന് നോട്ടീസ് നൽകി. ഭക്ഷണ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചു. ഗൾഫ് വാർത്തകളിലേക്കാണ്. കുവൈത്തിലെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. മഴ ശക്തമായതോടെ പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. അസ്ഥിര കാലാവസ്ഥയിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും റോഡിലെ വെള്ളക്കെട്ടിനെ നിസ്സാരമായി കണ്ട് വാഹനങ്ങൾ മുന്നോട്ടെടുക്കരുതെന്നും ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. അടിയന്തര സാഹചര്യമുണ്ടായാൽ 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. മഴ പെയ്തതോടെ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകും. യുഎഇയിലെ മലയാളി ഡിസൈനർമാരുടെ കൂട്ടായ്മ വര ദുബൈയിൽ ആർട്ടെക്സ് എന്ന പേരിൽ സംഗമം ഒരുക്കി. പരസ്യ ഡിസൈനിംഗ് രംഗത്തെ പ്രമുഖരായ ഫ്രാൻസിസ് സേവ്യർ, ടോണിക് ജെയ്സൺ, ആന്റണി, സിനിമാ രംഗത്തെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, ഗൂഗിൾ UX ഡിസൈനർ അഡ്വിൻ ജോയ് നെറ്റോ, അറബിക് കാലിഗ്രഫർ കരീം ഗ്രഫി തുടങ്ങിയ പ്രമുഖർ സദസ്സുമായി സംവദിച്ചു. 13 കലാകാരന്മാരുടെ ലൈവ് പെയിന്റിംഗും ആർട്ടെക്സിനെ മനോഹരമാക്കി. സൗദിയിലെ യാംബുവിൽ HMR എവർഗ്രീൻ ഫുട്ബോൾ അക്കാദമി വാർഷികവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. അൽമനാർ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി. നിരവധി ആളുകൾ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാർക്കും പരിശീലകർക്കും അവാർഡുകൾ നൽകി ആദരിച്ചു. അടുത്ത വർഷത്തേക്കുള്ള ഭരണസമിതിയെ ചടങ്ങിൽ തെരഞ്ഞെടുത്തു. അൽമനാർ സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി കാപ്പിൽ, അജ്മൽ എന്നിവർ സംസാരിച്ചു. റോയൽ FC സെവൻസ് അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റ് മിഷ്രിഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് ഗ്രൗണ്ടിൽ നടത്തി. ടൂർണമെന്റിൽ അബ്ബാസിയ ലോർഡ് FC റെഡ് ജേതാക്കളായി. കുവൈത്തിലെ പ്രമുഖ ഫുട്ബോൾ അക്കാദമിയിലെ ഉൾപ്പെടെ 12 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിലെ മികച്ച കളിക്കാരായി ആൽഡൻ, ഗോൾ കീപ്പറായി ജോബിൻ, ടോപ്പ് സ്കോററായി നൂമാൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മൻസൂർ കുന്നത്തേരി,
TV ഹിക്മത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ബഹ്റൈൻ 40 ബ്രദേഴ്സ് മൂന്നാമത് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ 6 ടീമുകൾ മാറ്റുരച്ചു. ഫൈനലിൽ വമ്പൻസ് ടീമിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്കൈ വീൽ ജേതാക്കളായി. 2025 അംബാസിഡേഴ്സ് കപ്പ് ചെസ് ടൂർണമെന്റിൽ ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബൗഷർ ചെസ് ടീം ജേതാക്കളായി. ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒമാനിലെ 14 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് 100-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. MA ശ്രീയുക്ത, നിയോള പിൻഡോറോ, ടിയാന സാൻഡ്രിയ, മർവ ഫാക്കിഫ് എന്നിവരാണ് ജേതാക്കളായത്. ഈ വർഷത്തെ CBSE ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാക്കൾ കൂടിയാണ് ഇവർ. എല്ലാവർക്കും ആരോഗ്യം എന്ന പദ്ധതിയുടെ ഭാഗമായി വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാനും കിംസ് ഹെൽത്ത് ഒമാനുമായി സഹകരിച്ച് വാക്കത്തോൺ സംഘടിപ്പിച്ചു. അൽഷാട്ടി ഖുറം ബീച്ചിൽ നടന്ന പരിപാടിയിൽ 200ഓളം പേർ പങ്കെടുത്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ജോർജ് പി രാജൻ, ഡോക്ടർ ലാൽകൃഷ്ണ, സാമന്തി ഡിസൽവ എന്നിവർ സംസാരിച്ചു. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഔദ്യോഗിക സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 28 നടക്കും. 9 മലയാളികളടക്കം 24 പേരാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഒമാനിലെ സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ് ഫെബ്രുവരി 28 നടക്കുന്നത്. 5 പേരുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുണ്ട്. 2 വർഷത്തിൽ താഴെ മാത്രം അംഗങ്ങളായവരുടെയും മാനേജ്മെന്റ് കമ്മിറ്റി യോഗങ്ങളിൽ മതിയായ പങ്കാളിത്തം ഇല്ലാത്തവരുടെയും പത്രികയാണ് തള്ളിയിരിക്കുന്നത്. 9 മലയാളികളടക്കം 24 പേരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. ഇതാദ്യമായാണ് ഇത്രയും പേർ മത്സരരംഗത്ത് വരുന്നത്. ഫെബ്രുവരി 12 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 13 പ്രസിദ്ധീകരിക്കും. 323 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ഒരംഗത്തിന് 12 വോട്ടാണ് ഉണ്ടാവുക. തിരഞ്ഞെടുക്കപ്പെടുന്ന 12 പേരിൽ നിന്നാകും പിന്നീട് ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങൾ തീരുമാനിക്കുക. നിലവിലെ കമ്മിറ്റിയുടെ പാനലിന് പുറമെ മറ്റൊരു പാനൽ കൂടി മത്സരരംഗത്തുള്ളത് തന്നെ ഇത്തവണ മത്സരം കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഫെബ്രുവരി 28 വൈകിട്ട് തന്നെ വിജയികളെയും പ്രഖ്യാപിക്കും. പരാതിയുള്ളവരും റീകൗണ്ടിംഗ് ആവശ്യമുള്ളവരും 3 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നും കമ്മീഷൻ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. NSS കുവൈത്തിന്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. മുൻ ചീഫ് സെക്രട്ടറിയും സാഹിത്യകാരനുമായ K. ജയകുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്നം എക്സലൻസ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നീതി നിഷേധിക്കപ്പെട്ടവരുടെ അവകാശ സംരക്ഷണത്തിനായി സമുദായത്തിനും അതീതമായി പൊരുതിയ മന്നം തലമുറകൾക്ക് ആചാര്യനാണെന്ന് മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ പറഞ്ഞു. ഹൗവലി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ N. കാർത്തിക് നാരായണൻ അധ്യക്ഷത വഹിച്ചു. മന്നം എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സാങ്കേതിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സുരേഷ് സി പിള്ളയ്ക്കും, വാണിജ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് രാജീവ് എസ് പിള്ളയ്ക്കും, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മിനി കുര്യനുമാണ് പുരസ്കാരം സമ്മാനിച്ചത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. സുനിൽ പറക്കപ്പാടത്ത്, VP മുഹമ്മദ് അലി, KP വിജയകുമാർ, ദീപ്തി പ്രശാന്ത് എന്നിവർ ആശംസകൾ നേർന്നു. പിന്നണി ഗായകൻ ആലാപ് രാജുവും ബാൻഡും നയിച്ച സംഗീത നിശയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനീഷ് B. നായർ, NSS ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. റമലാന് മുന്നോടിയായി ഉപഭോക്താക്കൾക്ക് മികച്ച വിലക്കിഴിവൊരുക്കിയ ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനാകുന്ന അഹ്ലൻ റമലാൻ ഓഫറിന് ഫെബ്രുവരി 13 മുതൽ തുടക്കമാകും. ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാകും. റമദാൻ അമ്പിളി ദൃശ്യമാകാൻ ഇനി ദിവസങ്ങളുണ്ടെങ്കിലും ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ റമദാൻ സ്പെഷ്യൽ വിലക്കിഴിവൊരുക്കിയിട്ടുണ്ട്. അഹ്ലം റമദാൻ എന്ന പേരിലുള്ള ഓഫർ ഫെബ്രുവരി 13 മുതൽ ആരംഭിക്കും. പ്രധാനുഷ്ഠാന മാസത്തിലേക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം തന്നെ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോയുടെ ഒമാനിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫെബ്രുവരി 13 മുതൽ സ്വന്തമാക്കാം. വസ്ത്രങ്ങൾക്കും റമദാനിന് മുമ്പ് വീടൊരുക്കാൻ ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പകുതിയിലും താഴെ മാത്രമാണ് വില നൽകേണ്ടത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ എന്നിവ എവിടെയും ലഭിക്കാത്ത വിലയിൽ സ്വന്തമാക്കാമെന്നും ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാകുമെന്നും ഉടമകൾ പറയുന്നു.
അതേസമയം ഫെബ്രുവരി 4 ആരംഭിച്ച മൈ കിച്ചൺ ബിഗ് ഡീൽസിന് ഒമാനിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഫെബ്രുവരി 20 വരെ മൈ കിച്ചൺ ബിഗ് ഡീൽസ് നീണ്ടു നിൽക്കും. നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ഇനാം കാർഡ് പ്രയോജനപ്പെടുത്തി തൽക്ഷണ ഇളവുകളും റിവാർഡുകളും സ്വന്തമാക്കാനുള്ള അവസരവും പ്രയോജനപ്പെടുത്തണമെന്നും ഉടമകൾ പറയുന്നു. മീഡിയ 1 മസ്കത്ത്. മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ അവബോധത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ അപലപനീയമാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുവൈത്ത് സംഘടിപ്പിച്ച മീഡിയ ഓൺലൈൻ വർക്ക്ഷോപ്പ് അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന അനാവശ്യ വേട്ട അവസാനിപ്പിക്കണം. ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്നും സമൂഹം ഗൗരവമായി ഇതിനെ കാണണമെന്നും മീഡിയ വർക്ക്ഷോപ്പിൽ പറഞ്ഞു. പരിപാടി ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കെ. സജാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി.പി. സലീം, ഉസ്മാൻ പാലാക്കാഴി, സലാം സുറുമ, ഡോക്ടർ കെ. മുഹമ്മദ് ഷഹീർ എന്നിവർ സംസാരിച്ചു. OICC കുവൈത്ത് കൊല്ലം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. റോയി എബ്രഹാമിനെ പ്രസിഡന്റായും അൽ അമീൻ മീര സാഹിബിനെ ജനറൽ സെക്രട്ടറിയായും ദിലീഷ് ജഗന്നാഥിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. മാത്യു യോഹനാൻ, ജോസ് റോബർട്ട്, ഷഹീദ് ലബ്ബ, ജോർജി ജോർജ്, ബോണി സാം മാത്യു എന്നിവർ സഹഭാരവാഹികളാണ്. OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര, സാമുവൽ ചാക്കോ, BS പിള്ള എന്നിവർ ആശംസകൾ പറഞ്ഞു. റിസാല സ്റ്റഡി സർക്കിൾ ഫർവാനിയ സോൺ യൂത്ത് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഫർവാനിയയിൽ ചേർന്ന യോഗത്തിൽ നൌഫൽ പള്ളിപ്പുറം അധ്യക്ഷത വഹിച്ചു. അസീസ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. ജസാം കുണ്ടുങ്കൽ, അബ്ദുൾ റഹ്മാൻ വിളയൂർ, ഫർഷാദ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. അൻവർ സാദത്ത് അദനിയെ ചെയർമാനായും മുഹമ്മദ് ഷമീമിനെ ജനറൽ സെക്രട്ടറിയായും മുഹമ്മദ് ഷാഹിറിനെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. നാഷണൽ സെക്രട്ടറി നജീബ തെക്കേക്കാട് കൗൺസിൽ നടപടികൾ നിയന്ത്രിച്ചു. കുവൈത്ത് മഹിളാവേദിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ജയലളിത ജയപ്രകാശ് സ്തനാർബുദവും സ്ത്രീരോഗങ്ങളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. അബ്ബാസി എവർഗ്രീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി.കെ. നജീബ് ഉദ്ഘാടനം ചെയ്തു. ഹസീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് സംഘടനയുടെയും മഹിളാവേദിയുടെയും പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. KV ഷാജി, C. ഹനീഫ് എന്നിവർ സംസാരിച്ചു. സെമിനാറിൽ പങ്കെടുക്കാനെത്തിയവർക്ക് പ്രമേഹവും രക്തസമ്മർദ്ദവും പരിശോധിക്കാൻ പരിപാടിയിൽ സൗകര്യമൊരുക്കിയിരുന്നു. ഖത്തറിലെ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും മികച്ച സംഘാടകനുമായിരുന്ന കെ. മുഹമ്മദ് ഈസായുടെ നിര്യാണത്തിൽ ഇന്ത്യൻ മീഡിയ ഫോറം അനുശോചിച്ചു. വർത്തമാനം ദിനപത്രത്തിന്റെ ഖത്തർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും വോയിസ് ഓഫ് കേരള റേഡിയോയുടെ ഖത്തർ ഫ്രാഞ്ചൈസിയിലൂടെയും മാധ്യമരംഗത്തും തന്റെ സംഭാവനകൾ നൽകുവാനായി മുഹമ്മദ് ഈസായ്ക്ക് സാധിച്ചതായി ഇന്ത്യൻ മീഡിയ ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ദുബായിൽ നടന്ന പൊന്നാനി ചാമ്പ്യൻസ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഫ്രണ്ട്സ് പൊന്നാനി ചാമ്പ്യന്മാരായി. നാട്ടുകൂട്ടം പൊന്നാനി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫ്രണ്ട്സ് പൊന്നാനിയുടെ വിജയം. ഫിറ്റ്വെൽ പൊന്നാനി 3ാമതെത്തി. മുഹമ്മദ് അഫ്സൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. യൂസഫ് മുഹമ്മദ് അൽ കഹത്താനി, ദിൻ പണിക്കർ, ഷിബിൻ അശ്വിൻ, റഷീദ് തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംയുക്ത ദൗത്യസേന അറേബ്യൻ കടലിൽ നിന്ന് 2400 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടി. ഇവ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം നശിപ്പിച്ചു. 34 രാജ്യങ്ങളുടെ സഖ്യമായ സംയുക്ത മാരിടൈം ഫോഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്രീയ സഖ്യമാണ് ന്യൂസിലൻഡിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത ദൗത്യസേന. ജിദ്ദയിൽ തിരുവിതാംകൂർ അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് പരിപാടിക്ക് തുടക്കമാവുക. ലയാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷത്തിൽ പിന്നണി ഗായകരായ സജ്ലി സലീം എന്നിവർ നയിക്കുന്ന ഗാനവിരുന്നും കലാവിഷ്കാരങ്ങളും അരങ്ങേറും. സാമൂഹ്യ രംഗത്ത് മാതൃകയായവരെ ചടങ്ങിൽ ആദരിക്കും. പ്രസിഡന്റ് അലി തേക്കിൻതോട്, അനിൽ വിദ്യാധരൻ, നൌഷാദ് പന്മന, ദിലീപ് താമരക്കുളം, ഷിഹാബ് താമരക്കുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണെന്ന് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മൗലവി. സംഘടനാ ശക്തി തെളിയിക്കുന്നതിന്റെ ഭാഗമായി 50,000 പേരെ പങ്കാളികളാക്കി പാലക്കാട് സമ്മേളനം നടത്തും. ഇതിന്റെ ഭാഗമായുള്ള പര്യടനത്തിനാണ് സൗദിയിലെ ജില്ലാ കമ്മിറ്റി നേതാക്കൾ. മികച്ച നേട്ടമാണ് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേടാനായത്. ഇതിനു പിന്നിൽ മുസ്ലിം ലീഗിന്റെ പരിശ്രമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ ലീഗിന്റെ ശക്തമായ ഇടപെടൽ, അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമുള്ള വാർത്താമാധ്യമങ്ങളും ഒക്കെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവിടുത്തെ വിജയത്തിൻ്റെ പിന്നിലുള്ള മഹാശക്തി ലീഗ് തന്നെയാണ്. പ്രത്യേകിച്ച് പിരായിരി പഞ്ചായത്ത്
പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 6000 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏത് വോട്ടെണ്ണുമ്പോഴും BJPക്ക് ഉണ്ടാവാറുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ. സെപ്റ്റംബർ 26-27 തീയതികളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജില്ലാ നേതാക്കൾ സൗദിയിൽ പര്യടനം നടത്തുന്നത്. സാധാ സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും സമുദായത്തിൻ്റെ അകത്തുള്ള ഐക്യവും അതുപോലെ തന്നെ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാനുള്ള മാർഗവും ഇത്തരം കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ശാഖാതലങ്ങളിൽ കുടുംബസംഗമം, അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയെ ജില്ലയിൽ കരുത്തുള്ളതാക്കി. ഇതിന്റെ കൂടി ശക്തി പ്രകടനമായിരിക്കും ജില്ലാ സമ്മേളനം. അതൊക്കെ തന്നെയാണ് ഞങ്ങളെ പ്രേരിപ്പിച്ച ഈ സമ്മേളനത്തിനും പ്രേരിപ്പിക്കുന്ന വസ്തുത ഒക്കെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ലീഗിൻ്റെ സമീപകാലത്തുണ്ടായ പാലക്കാട് ജില്ലയിലെ വളർച്ച അത് ഞങ്ങൾക്കൊന്ന് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഈ സമ്മേളനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സൗദിയിലെ മുഴുവൻ നഗരങ്ങളിലും നേതാക്കൾ പര്യടനം നടത്തും. ജിദ്ദയിൽ പാലക്കാട് ജില്ലാ KMCC ഫെബ്രുവരി 14 സംഘടിപ്പിക്കുന്ന ലീഡേഴ്സ് ക്യാമ്പിലും നേതാക്കൾ പങ്കെടുക്കും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ബഹ്റൈനിലെ ഫോൺ വഴി ഉൽപ്പന്നങ്ങളോ മറ്റോ വിൽക്കുന്ന ടെലി മാർക്കറ്റർമാർക്കെതിരെ നിയമ നടപടിക്ക് ശൂറ അംഗീകാരം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ അവരുടെ സമയത്തെ അപഹരിച്ച് നിർബന്ധിത പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടിയെടുക്കും. 2012 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. ബഹ്റൈനിൽ റയ്യാൻ സ്റ്റഡി സെന്റർ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച സംഗമം ഡോക്ടർ സഹദുള്ള അൽ മുഹമ്മദി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബ്ദുൾ അസീസ് TP, പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയം, ഹംസ അമീത്ത എന്നിവർ ചേർന്ന് ഡോക്ടർ സഹദുള്ളയ്ക്ക് ഉപഹാരം കൈമാറി. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ അടക്കമുള്ള ഗ്രാൻഡ് ഇവന്റ് സോണുകളിലെ പാർക്കിംഗ് ഫീ വർദ്ധിപ്പിച്ചു. മണിക്കൂറിന് 25 ദിർഹമാണ് പുതുക്കിയ നിരക്ക്. ഫെബ്രുവരി 17 മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വരും. പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിംഗ് കമ്പനി പറഞ്ഞു. ജനുവരി അവസാനം സാലക് നിരക്കിലും പാർക്കിംഗ് വർധന ഏർപ്പെടുത്തിയിരുന്നു. ബഹ്റൈൻ പ്രതിഭ മനാമ മേഖല വനിതാവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗൺസിലിംഗ് സംഘടിപ്പിച്ചു. ഡോക്ടർ ജോൺ പനക്കൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഡോക്ടർ ഹേന മുരളി അധ്യക്ഷയായ ചടങ്ങിൽ ദീപ്തി രാജേഷ്, സജിത സതീഷ്, സുജിത രാജൻ എന്നിവർ സംസാരിച്ചു. 10 വർഷത്തിനുള്ളിൽ ഇമാറാത്തി ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിലെത്തുമെന്ന് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ മേധാവി സാലിം മർറി. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാന്ദ്ര ഭ്രമണപഥത്തിലേക്ക് ബഹിരാകാശ യാത്രികനെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന കരാറിൽ UAE ഒപ്പുവച്ചിരുന്നു. ഇനി നോക്കാം വിവിധ ഗൾഫ് മേഖലകളിലെ താപനില. മസ്കത്ത് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 16 ഡിഗ്രി സെൽഷ്യസ്. ഇൻകാസ് ദുബായ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഐബ് കൃപി ശരത് ലാൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. പ്രസിഡന്റ് സുദീപ് പയ്യന്നൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദുബായ് ഇൻകാസ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി അലവൽ, ഷൈജു അമ്മാനപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ മിഡീസ് ടവർ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.